ഞാൻ രമേശ്. ഞാനിവിടെ പറയുന്ന മലയാലപ്പുഴ ഭഗവതി എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഉണ്ടായൊരു പ്രേതാനുഭവമാണ്. കഥ കേൾക്കുവാൻ തയ്യാറാണെങ്കിൽ എത്രയും പെട്ടെന്ന് കഥ കേട്ടോളൂ. ഇനി കഥയിലേക്ക് പോകാം. മലയാലപ്പുഴ ക്ഷേത്രത്തിൽ പോകാൻ തയ്യാറായ ഞങ്ങൾക്ക് ശുഭയാത്ര നേർന്നുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ച നേരെ ക്ഷേത്രത്തിൽ പുതുപുത്തൻ സ്വരാജ്യമവസ്ഥയിൽ ഞങ്ങൾ യാത്ര തിരിച്ചു. വണ്ടിയിൽ ഭക്തിഗാനങ്ങളുടെ ബഹളം ആയിരുന്നു. അങ്ങനെ രാത്രി 12 മണിയെ മലയാലപ്പുഴയിലെത്തിയത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു ലോഡ്ജിൽ തങ്ങുന്നതിന് മുന്നേ ആ ലോഡ്ജിൻ്റെ ഉടമസ്ഥൻ ഞങ്ങളോട് കാര്യം പറഞ്ഞിരുന്നു. അതായത് നിങ്ങളൊരു കാരണവശാലും ആ 12-ാം മുറിയിൽ പോകരുത്. കാരണം അവിടെ ഒരു പെൺകുട്ടിയുടെ ദുരാത്മാവുണ്ട് അവിടെ. ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല. അർദ്ധരാത്രിയിൽ കൂർക്കന്മാരുടെ ഒഴിവിൽ കേട്ടതും മഴയുടെ ശബ്ദവും ഇടിമുഴക്കം നത്ത് കൂമൻ എന്നിവയുടെ കരച്ചിലും കാലങ്കോടെ കൂവലും അടുത്തെത്തി. പിന്നെ മൊബൈലിൻ്റെ ചെറുകട ശബ്ദവും ചിലങ്കട നാദവും അടുത്തെത്തി. ഞങ്ങൾ അവിടെ ചെന്നതും, അതായത് 12-ാം മുറിയിൽ ചെന്നതും ഞങ്ങൾ കണ്ട കാഴ്ച ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഞങ്ങൾ ഭയന്ന് വരച്ച് ആളുകളെ വിളിച്ചു. പക്ഷേ ഞങ്ങളുടെ ശബ്ദം പോലും കേട്ടില്ല. നേരം വെളുത്തപ്പോൾ ഞങ്ങളെ കണ്ടില്ല. ഞങ്ങളുടെ കൂട്ടുകാർ എല്ലാവരും കൂടി 12-ാം മുറിയിൽ ചെന്നതും അവിടെ ബോധരഹിതയിൽ കിടക്കുന്ന ഞങ്ങളെയാണ് കണ്ടത്. അവിടെ ജനലിൽ വെളുത്ത സ്ത്രീരൂപം നിൽക്കുന്നത് കണ്ടു. ഞങ്ങൾ നിന്നെ ഉപദ്രവിച്ചുവോ? ഇല്ല. പക്ഷേ അവൾ നിങ്ങൾ പേടിക്കണ്ട, അവൾ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, ഭയപ്പെടുത്തുമെന്ന് മാത്രം. ഞങ്ങൾ നേരെ പോയി വാർഡനോട് ചെന്ന് കാര്യം പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് അവിടെ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചു, അവളുടെ ആത്മാവിനെ നിങ്ങൾ കണ്ടിരിക്കുന്നതാണ്.